ഹലോ. അപ്പോൾ അതാ കുളിയൊക്കെ കഴിഞ്ഞിട്ട് ഇറങ്ങി വന്ന കേട്ടോ ഗൈസ്. മഴയൊക്കെ പെയ്ത് ഒരുമാതിരി അവസ്ഥയായിരുന്നു കേട്ടോ. ഇപ്പോഴാട്ടോ ഒന്ന് ഇച്ചിരി ഒന്ന് തെളിഞ്ഞിങ്ങനെ നിൽക്കുന്നത്. തെളിച്ചൊന്നുമില്ല, എന്നിട്ടും മഴ തോർന്ന് നിൽക്കുന്ന ഒരവസ്ഥ ഇപ്പോഴാട്ടോ നമുക്ക് ഇന്ന് കിട്ടുന്നത്. അപ്പോൾ പിന്നെ കുളിയൊക്കെ കഴിഞ്ഞ് നേരത്തെ ഇന്ന് കുളിയൊക്കെ കഴിഞ്ഞു കേട്ടോ. ചുമ്മാ തണുപ്പത്ത് എന്തിനാ ഇരിക്കുന്നതെന്ന് വിചാരിച്ചിട്ട് നേരത്തെ കുളിയൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ നമുക്ക് വൈകുന്നേരത്തെ കുറേ അധികം പരിപാടികളുണ്ട് കേട്ടോ. അതിന് മുമ്പേ കുറച്ച് വിശപ്പൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ടെന്ന് തോന്നുന്നല്ലേ അതുകൂട്ടാ. അപ്പോൾ നമുക്ക് ആദ്യക്കുട്ടിയോട് ചോദിച്ചു നോക്കാം, വിശപ്പായോനെ? അതുകൂടെ വിശപ്പായോ? നൂഡിൽസോ? അത് വേണോ? നൂഡിൽസ് വേണോ? നൂഡിൽസ് മതിയോ? അപ്പോൾ ഡൺ. ഓക്കെ, കടയിലേക്ക് വന്നിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇവിടുന്ന് എടുത്താൽ മതി വരണം. അങ്ങനെ വല്ലപ്പോഴും ഒക്കെ എടുക്കാറുള്ളൂ കേട്ടോ. നമുക്ക് ഒരെണ്ണം എടുത്തിട്ട് വരാം. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടെ ഓരോന്ന് കസ്റ്റഡിയിലാക്കിയിട്ടുണ്ട് കേട്ടോ. ഇനി നേരെ നമ്മൾ അടുക്കളയിലേക്ക് പോവുകയാണേ. അപ്പോൾ നമ്മൾ വെള്ളമൊക്കെ എടുത്തിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. നേരെ അടുപ്പയിലേക്ക് വെക്കുവാണേ. കത്തിച്ചേക്കാം. വെള്ളം ഇവിടെ ഇരുന്ന് നന്നായിട്ടൊന്ന് തിളക്കട്ടെ കേട്ടോ. ഒപ്പം തന്നെ നമ്മൾ ഇച്ചിരി കാപ്പിക്ക് വെള്ളം കൂടെ വെക്കണം. കാപ്പി വേണോ ചായ വേണോ? അത് കൂട്ടാ കാപ്പി മതിയോ? കറുത്ത് പോകും കേട്ടോ കാപ്പി കുടിച്ചാ. സാരമില്ല. അപ്പൊ ശരി, കാപ്പി മതി കേട്ടോ. അങ്ങനെ വീഡിയോ പിടിക്കുന്നതിന് മുമ്പ് തന്നെ ഇവിടെ പാറുക്കുട്ടി ഇട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പാറുക്കുട്ടി ഉണ്ടാക്കിക്കോളാന്ന് പറഞ്ഞിട്ട് ഏറ്റെടുത്തേക്കുവാണേ. അങ്ങനെ ഇച്ചിരി വെയിറ്റ് ചെയ്യാനായിട്ടുള്ള ബുദ്ധിമുട്ട് കാരണം വീഡിയോ എടുക്കുന്നതിന് മുമ്പേ ആളങ്ങ് തട്ടിക്കൊടുത്തു. ആദ്യക്കുട്ടൻ തേണ്ട ഇവിടെ കയറി ഇത് കണ്ടോ, പോസ്റ്റ് അടിച്ചിരിപ്പുണ്ട് കേട്ടോ. ചുമ്മാ ഇരിക്കുന്ന ഗൈസ്. അങ്ങനെ പാറുക്കുട്ടി ഇവിടെ പണി തുടങ്ങിയിട്ടുണ്ട്. തിളച്ച് വരുന്നപ്പോഴത്തേക്കും ഇതിനകത്തെ നമ്മുടെ മസാലക്കൂട്ട് അതെല്ലാം കൂടി ഇട്ട് കൊടുക്കുകയാണേ. മസാലക്കൂട്ടെല്ലാം അടിപൊളിയായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഏകദേശം ഇത് അങ്ങനെ ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അതിന്റെ മണമൊക്കെ ഇങ്ങനെ വന്നു തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ നൂഡിൽസ് ഒക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. ഏകദേശമായി. അങ്ങനെ ഗ്യാസൊക്കെ അങ്ങ് ഓഫ് ചെയ്തു കേട്ടോ. ഇനി നമുക്ക് കഴിച്ചാൽ മതി. അപ്പൊ എടുത്താലോ കഴിക്കാനായിട്ട്? അങ്ങനെ നൂഡിൽസ് ഒക്കെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് കഴിച്ചാലോ? കഴിച്ചു നോക്കാം. ഇതൊക്കെ എങ്ങനെ എടുക്കുന്നത്? അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. കട്ടൻ കാപ്പി. നൂഡിൽസും കട്ടൻ കാപ്പി ടേസ്റ്റ് ഉണ്ട്. പക്ഷെ ഇച്ചിരി കട്ടൻ ചായക്കായിരുന്നു ഒന്നുകൂടെ നല്ലതെന്ന് തോന്നുന്നു കേട്ടോ. പിന്നെ മഴയൊക്കെ അല്ലേന്ന് വിചാരിച്ചിട്ട് കട്ടൻ കാപ്പിയിലാക്കിയതാണേ. കഴിക്കട്ടെ. നൂഡിൽസ് ഒക്കെ കഴിച്ചിട്ടുണ്ടെപ്പോഴത്തേക്കിനും നമ്മൾ രാവിലെ തന്നെ കുറച്ച് കൊഴുവ മീൻ മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഉച്ചയ്ക്കാകുമ്പോഴത്തേനും കുറച്ച് വറുത്തൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. കുറച്ച് പീര വെക്കാനും മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ വൈകിട്ടത്തേക്ക് വേണ്ടിയിട്ട് നമുക്ക് ആ പീര അങ്ങ് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാമെന്ന് വിചാരിക്കുകയാണേ. അതിനായിട്ട് കണ്ടോ, പീരയൊക്കെ വെട്ടി ഞുറുക്കി ചെറിയതായിട്ട് മുറിച്ചായിട്ട് വെച്ചേക്കുന്നത്. ഇങ്ങനെ ചെറുതായിട്ട് മുറിച്ചെടുത്തിട്ട് വെച്ച് കേട്ടോ. ചിലതാണെങ്കിൽ ഇതുണ്ടല്ലോ നീളത്തിൽ മൊത്തത്തിൽ ഇട്ടേക്കുന്നതാണ് കേട്ടോ. നമുക്കത് അത്രയ്ക്ക് വലിയൊരു പിടുത്തമില്ല കേട്ടോ. അതുകൊണ്ടാണ് ചെറുതായിട്ട് ഞുറുക്കി എടുത്തേക്കുന്നത്. ഇങ്ങനെ വെക്കുന്ന കേട്ടോ എല്ലാവർക്കും ഇഷ്ടം. അപ്പം നേരെ നമുക്ക് കറി വെച്ചാലോ? അപ്പം നമ്മൾ എണ്ണ ഒഴിച്ച് കൊടുക്കണേ. എണ്ണ നന്നായിട്ടൊന്ന് ചൂടായിക്കോട്ടെ കേട്ടോ. കുറച്ച് കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ശരിക്കും ഇത്തിരി ഉലുവയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ബാക്കി ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. എല്ലാവരും വെക്കുന്നത് ഇതേ രീതിയിലാണോന്ന് അറിയില്ല കേട്ടോ. പക്ഷെ ഞാൻ വെക്കുന്ന ഇങ്ങനെ കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഈ രീതിയിൽ കാണിക്കുന്നത്. എല്ലാവരും ഇപ്പം ഓരോ സ്ഥലത്തേക്കും ഓരോരോ രീതിയിലായിരിക്കും വയ്ക്കുക. ലാസ്റ്റ് ഏറ്റവും ഒടുവിൽ കടുക് പൊട്ടിക്കുന്നവരുണ്ട്. ഞാനിത് ആദ്യമേ കടുക് പൊട്ടിച്ചത് തന്നെ അങ്ങ് വയ്ക്കുകയാണ് കേട്ടോ. ഇങ്ങനെ അതിട്ട് മൂപ്പിച്ച് കഴിയുമ്പോഴേക്ക് പിന്നെ തേങ്ങയും മഞ്ഞപ്പൊടി പച്ചമുളകും കൂടി എടുത്ത് വെച്ചേക്കുന്ന കേട്ടോ. ഞാൻ കൈ കൊണ്ട് തന്നെ ഇങ്ങനെ ചുമ്മാ ജസ്റ്റ് ഒന്ന് തിരുമ്മി കൊടുത്താണേ. സ്ഥിരം ചാർത്താത്തിട്ട് ഒന്ന് ഒതുക്കിയെടുത്താലും കുഴപ്പമൊന്നുമില്ല. പിന്നെ ഞാൻ ഇങ്ങനെ ആക്കി എടുത്തേക്കുന്നതാണേ. ഇട്ട് കൊടുക്കുക കേട്ടോ.
ഇളക്കി കൊടുക്കുന്നുണ്ടേ. ഇതിന്റെ പച്ചമണമൊക്കെ ഒന്ന് മാറിയപ്പോഴേക്കും നമ്മൾ ഇത്തിരി ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് നല്ലോണം ഇളക്കി കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതാ കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ടേ. അങ്ങനെ ഇതാ നമ്മുടെ വെള്ളമൊക്കെ ഒഴിച്ച് ഇത്തിരി പുളിയും കൂടെ 2 കഷ്ണം പുളിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പുളി വെള്ളമായിട്ട് ചേർത്ത് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. പിന്നെ പുളി അങ്ങനെ ചേർത്തിട്ട് ഇത് നല്ലോണം ഒന്ന് തിളച്ച് വരട്ടെ, എന്നിട്ട് നമുക്ക് മീനിടാം കേട്ടോ. അങ്ങനെ നമ്മുടെ ആ തേങ്ങ പീരി എല്ലാം കൂടെ കിടന്ന് തിളച്ച് നല്ലൊരു മണമൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇതിനകത്തേക്ക് മീനും കൂടി ഒന്ന് ഇട്ട് കൊടുക്കുക കേട്ടോ. മൊത്തം മീനും കൂടെ അങ്ങ് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പം മൊത്തം ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നല്ലോണം ഒന്ന് വെള്ളമൊക്കെ ഒന്ന് വറ്റി വരുമ്പോഴേക്കും നമ്മുടെ മീനൊക്കെ വെന്തിട്ടുണ്ടാവും. എന്നിട്ട് നമുക്ക് ഇത്തിരി പച്ച വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് നമ്മൾ വാങ്ങിയാൽ മതി കേട്ടോ. അപ്പോൾ ഓക്കെ, ഇവിടെ നിന്ന് വേകട്ടെ. നമ്മുടെ മീൻ പീരിയൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. വെള്ളമൊക്കെ അങ്ങനെ പറ്റിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഈ ഒരു ലെവലിൽ വെള്ളം ഇരിക്കുന്നവർക്ക് ഇഷ്ടമാണെങ്കിൽ അങ്ങനെ ഇരിക്കുക, ഇല്ല ഇത്തിരി കൂടെ പറ്റിക്കണമെങ്കിൽ പറ്റിക്കുക കേട്ടോ. പിന്നെ നമുക്ക് ഇത്തിരി വെള്ളമൊക്കെ ആയിട്ട് അങ്ങനെ ഇരിക്കുന്ന ഇഷ്ടമായതുകൊണ്ട് നമ്മൾ ഈ ഒരു പരുവത്തിൽ അത് വാങ്ങുകയാണ്. ഇത്തിരി പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഇത്തിരി വെളിച്ചെണ്ണയും കൂടെ അങ്ങ് ഒന്ന് മേലിൽ കൂടെ തൂക്കി കൊടുക്കുന്നുണ്ട്. ഒന്ന് ഇളക്കിയും കൂടെ കൊടുക്കുകയാണേ. അപ്പം നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്യുവാണ് കേട്ടോ. ഗ്യാസ് ഓഫ് ചെയ്തു, ഇങ്ങനെ മൂടി വയ്ക്കുക. അപ്പം നമ്മുടെ അത്യാവശ്യം വിശപ്പും മാറി, വൈകിട്ടത്തേക്കിനുള്ളത് കൂട്ടാനൊക്കെ ആക്കിയും കൂടെ വെച്ചു കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് വൈകിട്ടത്തേക്കിന് പറയുകയാണെങ്കിൽ പാവയ്ക്കത്തോരൻ്റെ ശകലം ഇരിപ്പുണ്ട്, പിന്നെ രസം വെച്ചത് ഇരിപ്പുണ്ട് ഇച്ചിരി, പിന്നെ ചോറും ഉണ്ട് കേട്ടോ. അപ്പം ഇതൊക്കെ മതി ഇന്നത്തേക്കിന് വൈകിട്ടത്തേക്കിന്. ഇനി നമ്മൾ കുറച്ച് കടയിൽ ജോലിയൊക്കെ ഉണ്ട് കേട്ടോ. കടയിൽ ഇപ്പോൾ അമ്മ ഇരിക്കുവാണ്. അപ്പം നമുക്ക് ഇനി കടയിലേക്ക് പോകണം. അപ്പം നമുക്ക് കടയിലേക്ക് പോയാലോ? വാ. അപ്പം നമ്മൾ കടയിലേക്ക് പോകാനായിട്ട് ഇറങ്ങിയതാട്ടോ. വീട്ടിൽ ഇത്തിരി ദൂരം അതാട്ടോ നമ്മുടെ കട. നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. ഒരുമാതിരി നല്ലതായിട്ട് പെയ്യുന്നുണ്ട്. ഇവിടെയൊക്കെ വെള്ളം ഇങ്ങനെ കെട്ടി കിടക്കുകയാണ് കേട്ടോ. ഇപ്പം ഇതിലേക്കൂടെ വേണം നമ്മൾ അങ്ങോട്ട് പോകാനായിട്ട്. നമുക്ക് പോയാലോ? ഇത്തിരി വളഞ്ഞൊക്കെ വിട്ട് കൊടുക്കണം കേട്ടോ. നേരത്തെ നമ്മൾ വളഞ്ഞൊക്കെ വിട്ട് കൊടുത്തായിരുന്നേ. അപ്പോഴേക്കും വീണ്ടും മണ്ണ് വന്ന് മൂടിയിട്ട് അങ്ങനെ എടുക്കാണ് കേട്ടോ. ഇനിയിപ്പോൾ ഏട്ടൻ വരുമ്പോൾ ഇതൊന്ന് തുറന്നു വിടാൻ പറയണം. ഇങ്ങനെ ഒരു ചെറിയ ഇതൊക്കെ ഗ്യാപ്പ് ഉണ്ടാക്കി കൊടുക്കാൻ പറയണം കേട്ടോ, വെള്ളം പോകാനായിട്ട്. അപ്പോൾ നമുക്ക് പോയാലോ? വാ കേട്ടോ. അങ്ങനെ നമ്മൾ കടയിൽ വന്നിട്ടുണ്ട് കേട്ടോ. ഇവിടെയാണെങ്കിലും നമുക്ക് പുറത്തേക്ക് നന്നായിട്ട് നനയുവേ. ഇവിടെ വരെ ഷീറ്റൊക്കെ ഇട്ടേക്കാണ് കേട്ടോ. എങ്കിലും നമുക്ക് ഇങ്ങനെ വെള്ളം ഇങ്ങനെ കാറ്റൊക്കെ വരുമ്പോഴേക്കും വെള്ളം ഇങ്ങനെ അടിച്ച് ഇതിനകത്തേക്ക് മുഴുവൻ ഇങ്ങനെ ഇവിടെയൊക്കെ നനയും കേട്ടോ. നമുക്ക് കയറത്തില്ല, ഇവിടെയൊക്കെ കുറച്ചൊക്കെ നനയും. അപ്പോൾ നല്ല തണുപ്പൊക്കെ ഉണ്ട്. നമുക്ക് അകത്തേക്ക് കയറി ഇരിക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ സീറ്റ് ഇതാണ്. ഇവിടെ ഇരിക്കാൻ പോവാ കേട്ടോ. ആദ്യകൂടിൻ്റെ സീറ്റ് ഇതാണോ? ഇതാണോ സീറ്റ്? ഇവിടെയാണ് ഇരിക്കുന്നേ. നമ്മൾ ഇവിടെയാണ് ഇരിക്കുന്നത്. കുറച്ചേരം ഇരിക്കാം. കുറച്ചേരം ഇരിക്കുമ്പോഴത്തേക്ക് നാലിലൊക്കെ വരുമായിരിക്കും കേട്ടോ. അപ്പൊ അമ്മ വീട്ടിലേക്ക് പോയി ഞങ്ങൾ ഇങ്ങോട്ട് പോന്നു. നമുക്കിവിടെ ഇത്തിരി നേരമൊക്കെ ഇരിക്കാം. പിന്നെ കുറച്ച് പണിയൊക്കെ ഉണ്ട്. കുറച്ചേരം വെറുതെ ഇരുന്നിട്ടാവട്ടെ എന്ന് വിചാരിച്ചു. മഴയൊക്കെ ആയിട്ട് നല്ല തണുപ്പ്. ഇതെന്താ ആദ്യക്കോട്ടെ ഇങ്ങനെയൊക്കെ കളിക്കുന്നത്? എന്നെയും കൂടി ഇട്ട് നീ ഡാൻസ് കളിപ്പിക്കണം. ഇത് നല്ല മഴയത്ത് ഇങ്ങനെ മഴയൊക്കെ കണ്ടുകൊണ്ടിരിക്കാൻ നല്ല രസമുണ്ടല്ലേ? തണുപ്പായോണ്ട് കുഴപ്പമാണോ? പനി വരുവോ? അത് ശരിയാണല്ലോ, തണുപ്പൊക്കെ കൊണ്ടാല്ലേ. അപ്പൊ നമുക്കൊന്ന് അടിച്ചും കൂടെ വരികയാലോ. കടയൊന്ന് രാവിലെ ഒന്ന് അടിച്ചു വരി തുടച്ചതാട്ടോ. പിന്നെ എല്ലാവരും ഒക്കെ കയറുമ്പോഴത്തേക്കിന് ഭയങ്കര പാടാണ്. ഒന്നാമത്തെ മഴയും കൂടെ പെയ്യുന്നതുകൊണ്ട് എപ്പോഴും മുഷിഞ്ഞേ കിടക്കത്തുള്ളൂ. പിന്നെ അത് നോക്കിയിട്ട് കാര്യമില്ല. എങ്കിലും നമുക്ക് വൈകുന്നേരം സന്ധ്യ ആകാറായി. ഇപ്പോൾ വിളക്ക് വെക്കുന്നതിന് മുമ്പ് നമുക്കൊന്നുകൂടെ അടിച്ച് വാരിയിട്ട് വിളക്കൊക്കെ വെക്കാൻ നോക്കട്ടെ കേട്ടോ. ഇനി കുറച്ച് ആൾക്കാരൊക്കെ വന്നു പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമുക്ക് അതൊന്നും പിടിക്കാൻ പറ്റിയില്ല കേട്ടോ. പിന്നെ അങ്ങനെ നോക്കിയപ്പോഴാണ് ഒരാൾ ഇവിടെ ഇരുന്ന് ഭയങ്കര കളിയാണ് ഗൈസ്. എന്തൊക്കെയോ കുപ്പിയോ ടിന്നോ ഒക്കെ എടുത്തിട്ട് ഒരു വേസ്റ്റ് ബോർഡ് വെട്ടിക്കകത്ത് കയറിയിരുന്ന ആള് ഭയങ്കര കളിയാട്ടോ. ഇത് കണ്ടോണ്ട് കുറച്ചു നേരമൊക്കെ ഇരുന്നേ.
ഇനിയിപ്പോ നമുക്ക് വിളക്കൊക്കെ വെക്കാൻ നേരമായിട്ടുണ്ട്. സന്ധ്യയോടെ എടുക്കുന്നു കേട്ടോ. അപ്പൊ പിന്നെ വിളക്കൊക്കെ വെക്കാം. അപ്പൊ വിളക്ക് വെച്ചിട്ട് നമുക്ക് കണ്ടാലോ. അപ്പൊ വിളക്കൊക്കെ വെച്ച് നല്ല ഹാപ്പി ആയിട്ട് നമ്മുടെ ഇന്നത്തെ ദിവസം അങ്ങ് തീരുകയാണ് കേട്ടോ. സന്ധ്യയില്ലേ. അപ്പോൾ പിന്നെ നമ്മുടെ വീഡിയോ ഒക്കെ ഇവിടെ കൊണ്ട് നിർത്താന്ന് വിചാരിക്കുകയാണ്. അപ്പൊ ഇന്നത്തെ ഒരു ചെറിയൊരു വ്ളോഗായിരുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും കമന്റും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണം കേട്ടോ. അപ്പോൾ നിങ്ങളുടെ കമന്റ് എന്തായാലും നല്ലതാണെങ്കിലും മോശമാണെങ്കിലും അറിയിക്കാൻ മറക്കല്ലേ. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബും കൂടി ചെയ്ത് കാണണം. സ്കിപ്പ് ചെയ്യാനും പാടില്ല കേട്ടോ. സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കണം കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുമ്പോൾ ബൈ, സീ യു.